വർഷങ്ങളായി LDFന്റെ കുത്തകയായിരുന്ന പീരുമേട് മണ്ഡലം പിടിച്ചെടുക്കാനാണ് ഇത്തവണ UDF ഇറങ്ങുന്നത്. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ വീണ്ടും സിറിയക് തോമസിനെയാണ് UDF ഗോതിയിൽ ഇറക്കിയിരിക്കുന്നത്. 2 തവണ നിസാര വോട്ടുകൾക്ക് നഷ്ടമായ സീറ്റ് ഇക്കുറി സ്വന്തമാകാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇടുക്കിയിൽ UDF അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പീരുമേട്. തോട്ടം തൊഴിലാളികൾ വിധിയെഴുതുന്ന മണ്ഡലത്തിൽ ഇത്തവണ അഭിമാന പോരാട്ടത്തിനാണ് UDF പാളയം ഒരുങ്ങുന്നത്. ഇത്തവണ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF പ്രചാരണവും. CPIയുടെ സിറ്റിംഗ് സീറ്റിൽ 3ാം വട്ടവും സിറിയക് തോമസിനെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടമായ സീറ്റ് തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട് UDF ക്യാമ്പ് സജ്ജമാണ്. അവസാന 2 തെരഞ്ഞെടുപ്പുകളിലും കടുത്ത വെല്ലുവിളി ഉയർത്തിയ സിറിയക്ക് 3ാം അംഗത്തിനിറങ്ങുമ്പോഴും വിജയപ്രതീക്ഷയിലാണ്. 2021 1835 വോട്ടുകൾക്കും 2016 314 വോട്ടുകളുടെയും വ്യത്യാസത്തിൽ പരാജയപ്പെട്ട സിറിയക് തോമസിന് ഇക്കുറി അഭിമാന പോരാട്ടമാണ്. കഴിഞ്ഞ 2 തവണയും 55,000-ലേറെ വോട്ടുകൾ നേടാനായത് UDFന്റെ ആത്മവിശ്വാസം കൂട്ടി. സർക്കാർ വിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തുറക്കാൻ സാധിക്കാത്തതടക്കം നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDF അധികാരത്തിലെത്തിയാൽ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഉടൻ നടപടിയുണ്ടാകുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വളരെയധികം പരിഹരിക്കാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ തൊഴിലാളികളെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് മാത്രം മേടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ MLA-മാരായിട്ട് വന്നവർ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാനായിട്ട് യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പീരുമേട്ടിലെ വോട്ടർമാർക്ക് സുപരിചിതനായ മുഖമാണ് സിറിയക് തോമസ്. തോട്ടം തൊഴിലാളികൾക്കിടയിൽ സിറിയക്കിനുള്ള സ്വാധീനം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ ഇക്കുറി ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയും UDF നേതൃത്വത്തിനുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.